Okay, page number 69. All of you take your textbook. Page number 69. 69ാമത്തെ പേജ്. ഓക്കെ, നമുക്കത് ചെയ്യാം. അതിൽ 5ാമത്തെ ആക്ടിവിറ്റീസ് ആണല്ലോ മക്കളെ നമ്മൾ ചെയ്തു കഴിഞ്ഞത്. മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എടുത്തെഴുതുക എന്ന് പറഞ്ഞ് അല്ലേ? അവിടെ ഫിനിഷ് ആയല്ലോ. ഓ, അടുത്ത 6th 6ാമത്തത് ഊഹിച്ചു പറയുക അല്ലെ? ഊഹിച്ചു പറയുക. എന്താ പറയേണ്ടത് നോക്കാം നമുക്ക്. പൂച്ച വലയിൽപ്പെട്ടത് എങ്ങനെയായിരിക്കും? അവിടെ എക്സാമ്പിൾ എന്താ കൊടുത്തത് നോക്കാം. ഒരു ദിവസം ഒരു പൂച്ച കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അത് വിശന്ന് വലഞ്ഞിരിക്കുന്നു. കുറെ നേരം തിരഞ്ഞിട്ടും ആഹാരം കിട്ടിയില്ല. അപ്പോൾ ഒരിടത്ത് കറുത്ത ഒരു വള്ളി കണ്ടു. എലിയുടെ വാലാണെന്ന് കരുതി പൂച്ച ചാടി വീണു. അങ്ങനെ അത് വലക്കുള്ളിലായി. ഇതുപോലെ മറ്റൊരു ഊഹം ടീച്ചറോട് പറയുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എന്താണ്? പൂച്ച വലയപ്പെട്ടത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോ അടുത്ത ഒരു ഊഹം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു ഊഹം? എങ്ങനെയായിരിക്കും പൂച്ച വലയിൽപ്പെട്ടത് എന്നത്? ജെവിന് പറയണോ? ഒരു ദിവസം ഒരു പൂച്ച കാട്ടിലൂടെ നടക്കുമ്പോ അപ്പം അതിന് വിശന്നത് കൊണ്ട് അതിനെ കണ്ണ് കാണാൻ മേലാത്ത ഇങ്ങനെ ഇതിലുണ്ട്. അത് വല കണ്ടില്ല. അപ്പം അത് ആ വലക്കകത്ത് വിട്ടു. അപ്പം അതാണ് പൂച്ച അങ്ങനെ വീഴുന്ന ജെവിൻ പറയുന്നത്. നെക്സ്റ്റ് എന്താ ആർക്കാണ്? ഷഹ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഷഹ്മ ഓക്കെ, പറഞ്ഞോ. പൂച്ച നടക്കുമ്പോൾ വലയിൽ പെടുന്നത്. അതെ, അതെങ്ങനെ വിടുന്നു? ഇരുട്ടിലെ ആയതുകൊണ്ട് അല്ലെ? ഇരുട്ടിലായതുകൊണ്ട് വലയിൽപ്പെടുന്നു എന്നാണ് ഷഹ്മ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഊഹമാണ് ഇവിടെ പറയാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ? ഒരു ദിവസം ഉണ്ടോ? ഏഞ്ചലിന് പറയാനുണ്ടോ? പറഞ്ഞോ. ഒരു ദിവസം പൂച്ച കാട്ടിൽ നടക്കുമ്പോ കയറി തട്ടിയിട്ട് വല മേറ്റ് വീണു. വല ഓക്കെ, അപ്പൊ വലയില് തട്ടി വീണു എന്നാണ് ഏഞ്ചൽ പറയുന്നത് അല്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ ഊഹത്തിനനുസരിച്ച് ടീച്ചറോട് പറയുകയെന്നേ ഉള്ളൂ, എഴുതാനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഒരു ദിവസം രാത്രി ഒരു പൂച്ച കാട്ടിലൂടെ നടക്കുകയായിരുന്നു അല്ലെ? ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എന്താണ് വലയിൽ തട്ടി വീണു പോയി ഒരാൾ പറഞ്ഞു. വലയിൽ കുടുങ്ങി വീണു, രാത്രി ആയതുകൊണ്ട് കാണാത്തത് കൊണ്ട് വീണു അല്ലെ? അങ്ങനെ പല ഊഹങ്ങളും പറഞ്ഞു. നെക്സ്റ്റ് അത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടാവുമല്ലോ ആൾക്കാരും അല്ലെ? ഇനി 7ാമത്തെ എന്താ പറയുന്നത്? അഭിനയിക്കാം എന്നാണ് 7ാമത്തത്. എലിയും പൂച്ചയും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം താഴെ കൊടുക്കും. ഒരാൾ പൂച്ചയായും മറ്റൊരാൾ എലിയായും സങ്കല്പിച്ച് ഈ സംഭാഷണങ്ങൾ പറഞ്ഞ് അഭിനയിക്കുക. അപ്പൊ പറഞ്ഞ് അഭിനയിക്കുക എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കണം? നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് വായിക്കാനും പറ്റണം. അതുപോലെ അത് അവരുടെ ഭാവവും ഒക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ ചെയ്യണം. വായിക്കാൻ പറ്റിയ രണ്ടാർക്കത്? ഒന്ന് മിസ് വായിച്ചു തരാം ആദ്യം. മ്യാവ് മ്യാവ്. പൂച്ച കരയുന്നത് കേൾക്കുന്നല്ലോ, വേഗം ഓടി രക്ഷപ്പെടാം. അപ്പൊ പൂച്ച, മൂഷിക വീര ഓടല്ലേ, പേടിക്കേണ്ട, ഞാൻ വലക്കുള്ളിലാണ്. എലി, വലക്കുള്ളിലോ? ഇതെങ്ങനെ പറ്റി? പൂച്ച, ഒന്നും പറയണ്ട, അറിയാതെ വലയിൽപ്പെട്ട പോയതാണ്. പുറത്തു കിടക്കാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചു വലഞ്ഞിരിക്കുന്നു, ഞാൻ മരിക്കാറായി. എലി, ഹാവൂ, എനിക്ക് സമാധാനമായി, നീ അവിടെ തന്നെ നിന്നോളൂ, ഞാൻ പോകട്ടെ. പൂച്ച, പോവല്ലേ, നമുക്ക് പഴയ ശത്രുതയൊക്കെ മറക്കാം, എന്നെ രക്ഷിക്കൂ, പുറത്തു വന്നാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭാഷണം നടക്കുന്നത് എലിയും പൂച്ചയും തമ്മിൽ. അപ്പൊ അത് നിങ്ങള് 2 പേരിൽ നിന്ന് വായിക്കോ, നല്ല രീതിയിൽ വായിക്കണം, എന്നാലേ അതൊരു രസം ഉണ്ടാവുള്ളൂ. അത് ഉൾക്കൊണ്ട് വായിക്കണം. ആരൊക്കെയാ വായിക്കുന്നേ? റിലു, ആബിദും ഏഞ്ചൽ റോസും. ഓക്കെ, വായിച്ചോ. ആരാ എലി, ആരാ പൂച്ച? പറഞ്ഞോ. നല്ല ഉഷാറിൽ സൗണ്ടിൽ നല്ല രീതിയിൽ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അടുത്ത റിലു, എലി. അപ്പൊ ആദ്യം പൂച്ചയാണേ. മ്യാവ് മ്യാവ്.
കേൾക്കുന്നില്ല റിലു? പൂച്ച കേൾക്കുന്നുണ്ടല്ലോ. വേഗം ഓടി രക്ഷപ്പെടാം. മൂഷിക വീര ഓടല്ലേ, പേടിക്കണ്ട, ഞാൻ വലയ്ക്കുള്ളിലാണ്. വലയ്ക്കുള്ളിലോ? അതെങ്ങനെ പറ്റി? ഒന്നും പറയണ്ട, അറിയാതെ വലയിൽ പെട്ടുപോയതാണ്. പുറത്തു കിടക്കാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചു വലിഞ്ഞിരിക്കുന്നു, ഞാൻ മരിക്കാറായി. ആവോ, എനിക്ക് സമാധാനമായി. നീ അവിടെ തന്നെ നിന്നോളൂ, ഞാൻ പോകട്ടെ. പോവയല്ലേ, നമുക്ക് പഴയ ശത്രുതയൊക്കെ മറക്കാം. എന്നെ രക്ഷിക്കൂ, പുറത്തു വന്നാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് വായിച്ചത് അല്ലേ? ഓക്കെ, മനസ്സിലായോ? ഇത്രയേ പറഞ്ഞുള്ളൂ സംഭാഷണം അല്ലെ? അഭിനയിക്കാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് 8ാമത്തത് സങ്കല്പിച്ച് എഴുതാം. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? എലി പൂച്ചയെ സഹായിച്ചിരിക്കുമോ? അല്ലെ? ആ പാഠത്തിന്റെ അന്ത്യത്തിൽ എന്താണ് പൂച്ച സംസാരിക്കുന്നത്? എന്ത്? പോവല്ലേ, നമുക്ക് പഴയ ശത്രുതയൊക്കെ മറന്ന് എന്നെ രക്ഷിക്കൂ, പുറത്തു വന്നാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എന്നാണ് പൂച്ച പറയുന്നത്. അവിടെയാണ് നമ്മുടെ പാട്ട് പോയം അവസാനിക്കുന്നത് അല്ലെ? അപ്പൊ 8ാമത്തെ എന്താ ചോദ്യം എന്ന് വെച്ചാൽ സങ്കല്പിച്ച് എഴുതുകയാണ്. എന്ത്? പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അപ്പോ എലി പൂച്ചയെ രക്ഷിച്ചിട്ടുണ്ടാകുമോ? അല്ലെ? സങ്കല്പിച്ച് നോക്കൂ. നടക്കാനിടയുള്ള 3 കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. അവയിൽ നിങ്ങളുടെ സങ്കല്പത്തിന് ചേർന്നത് നോട്ട് പുസ്തകത്തിൽ എടുത്തിരുക. 1. എലിയുടെ മനസ്സലിഞ്ഞു. എലി വലക്കണ്ണികൾ കടിച്ചു പൊട്ടിച്ചു. പൂച്ച പുറത്തു വന്നു. പഴയ ശത്രുതയെല്ലാം മറന്ന് രണ്ടുപേരും ചങ്ങാതിമാരായി. 1ാമത്തത് എന്ത്? എലിയുടെ മനസ്സലിഞ്ഞിട്ട് എലി വലക്കണ്ണികളൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ട് പുറത്തു വന്ന് പഴയ ശത്രുതയെല്ലാം മറന്ന് രണ്ടുപേരും ചങ്ങാതിമാരായി ജീവിച്ചു. 1ാമത്തത്. 2ാമത്തെ എന്താ പറഞ്ഞത്? എലി പൂച്ചയെ സഹായിച്ചു. പൂച്ച വലയിൽ നിന്ന് പുറത്തു വന്നു. പൂച്ച വാക്ക് തെറ്റിച്ചു. എലിയെ കൊന്നു തിന്നു. 2ാമത്തെ എന്താ പറഞ്ഞത്? എലി പൂച്ചയെ സഹായിച്ചു, പക്ഷേ പൂച്ച എന്ത് ചെയ്തില്ല? എലിയെ സഹായിക്കാൻ തയ്യാറായില്ല അല്ലെ? പൂച്ച എന്ത് ചെയ്തു? പുറത്തു വന്ന ഉടനെ തന്റെ സ്വഭാവം കാണിച്ചു. എന്ത്? പൂച്ച വലയിൽ നിന്ന് പുറത്തു വന്നു. പൂച്ച വാക്ക് തെറ്റിച്ചു. എലിയെ കൊന്ന് തിന്നു. 3ാമത്തത് പൂച്ച എത്ര കരഞ്ഞു പറഞ്ഞിട്ടും എലിയുടെ മനസ്സലിഞ്ഞില്ല. പുറത്തു വന്നാൽ പൂച്ച തന്നെ കൊല്ലുമെന്ന് എലി പേടിച്ചു. പൂച്ചയെ സഹായിക്കാതെ എലി സ്ഥലം വിട്ടു. അപ്പൊ ഇതിൽ ഏതാണ് 3-ല് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് ചോദ്യം. സങ്കല്പിച്ച് എഴുതുക. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ്? റിലു എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. പൂച്ച എത്ര കഴിഞ്ഞു പറഞ്ഞിട്ടും എലിയുടെ മനസ്സലിഞ്ഞില്ല അല്ലേ? പുറത്തു വന്ന തന്നെ കൊല്ലുമെന്ന് പൂച്ചയെ സഹായിക്കാതെ എലി സ്ഥലം വിട്ടു. ഓക്കെ, അപ്പൊ റിലു അതാണ് പറഞ്ഞത്. പൂച്ച എത്ര കരഞ്ഞു പറഞ്ഞിട്ടും എലിയുടെ മനസ്സലിഞ്ഞില്ല. പുറത്തു വന്നാൽ പൂച്ച തന്നെ കൊല്ലുമെന്ന് എലി പേടിച്ചു. പൂച്ചയെ സഹായിക്കാതെ എലി സ്ഥലം വിട്ടു. അതാണ് റിലു പറഞ്ഞത്. നെക്സ്റ്റ് ഏഞ്ചലിനെ ഉണ്ടല്ലോ പറയുന്നത്. നിഹാരനൊന്നും പറയുന്നില്ലേ നിഹാര? എലിയുടെ മനസ്സലിഞ്ഞു. എലി വലക്കണികൾ കടിച്ചു പൊട്ടിച്ചു. പൂച്ച പുറത്തു വന്നു. പഴയ ശത്രുതയെല്ലാം മറന്ന് രണ്ടുപേരും ചങ്ങാതിമാരായി. അതാണ് ഏഞ്ചലിന് എന്ത്? എലിയുടെ മനസ്സലിഞ്ഞിട്ട് എലി പോയിട്ട് വലക്കണ്ണിയെല്ലാം പൊട്ടിച്ച് പൂച്ചേനെ പുറത്തു വന്നു. പൂച്ച പുറത്തു വന്നു. പൂച്ച പഴയ ശത്രുതയെല്ലാം മറന്നിട്ട് രണ്ടുപേരും ചങ്ങാതിമാരായി ജീവിച്ചു അല്ലേ? നെക്സ്റ്റ് അജിസലിനെ കൊണ്ട് പറയാം. പറഞ്ഞ പോലെ. പൂച്ച എത്ര കാര്യം പറഞ്ഞിട്ടും എലിയുടെ മനസ്സിലില്ല. പുറത്തു
വന്നാൽ പൂച്ച തന്നെ കൊല്ലുമെന്ന് എലിക്ക് പേടിച്ചു പൂച്ചയെ സഹായിക്കാതെ എലി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വരുന്നത് അല്ലെ. അജിസല് പറഞ്ഞു, റിനു പറഞ്ഞതിനോടാണ് യോജിച്ചത് അല്ലെ അജിസല്. ഓക്കെ, ആദ്യത്തിന് എന്താണ് പറയുന്നത്? എലിയുടെ മനസ്സലഞ്ഞു പിഞ്ഞു എലി അലക്കണ്ണികൾ കടിച്ച് പൊട്ടിച്ചു പൂച്ച പുറത്തു വന്നു. എല്ലാം മറന്ന് രണ്ടുപേരും ചങ്ങാതിമാരായി. ഓക്കെ, ഇതാണ് ആദിത്യം പറയുന്നത്, ഏഞ്ചല് പറഞ്ഞ അതേ കാര്യം അല്ലേ. പൊതുവായിട്ട് നിങ്ങൾക്ക് എന്താണ് സങ്കല്പിച്ച് എഴുതാൻ തോന്നുന്നത് അത് എഴുതിക്കോ. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ കഥയിലൊന്നും പറയുന്നില്ല. അപ്പൊ ഇത്രയും നമ്മളതിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് സങ്കല്പിച്ച് പറയാനാ പറയുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമുക്കല്ലേ. പെട്ടെന്ന് ഇതില് 3 കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് ഒരു പുലി ഓടി വന്നു, എലി ഓടി രക്ഷപ്പെട്ടു അല്ലെ പുലിനെ കാണുമ്പോൾ. എന്നിട്ടോ പുലി പൂച്ചയെ സഹായിച്ചു. തുടർന്ന് കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഈ 3 കാര്യത്തിൽ നിങ്ങൾക്ക് ഏതാണ് അതിന് തോന്നുന്ന വെച്ചാൽ അത് എഴുതിക്കോട്ടോ. 3 സങ്കല്പിച്ച് എഴുതാൻ പറ്റും. നെക്സ്റ്റ് 3 ഏതെങ്കിലും എഴുതാം. പദജോഡികൾ കണ്ടെത്തുക എന്നാണ്. എലിയും പൂച്ചയും ആജന്മ ശത്രുക്കളാണെങ്കിലും പ്രസിദ്ധമായ പദജോഡികളാണല്ലോ അത്. ശത്രുക്കളായോ മിത്രങ്ങളായോ നിന്നുകൊണ്ട് എപ്പോഴും ചേർത്ത് പറയാറുള്ള ഇത്തരം അനേക പദജോഡികൾ നമ്മുടെ ഭാഷയിലുണ്ട്. ഉദാഹരണം കാറ്റും മഴയും. നെക്സ്റ്റ് കീരിയും പാമ്പും, മോരും മുതിരയും. ഇത്തരത്തിലുള്ള വേറെ പദജോഡികൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും അറിയോ ഇതേപോലെയുള്ള വേറൊരു പദജോഡി പറയാൻ പറ്റുമോ? എലിയും പൂച്ചയും ആജന്മ ശത്രുക്കളാണ് അല്ലെ. എലിയും പൂച്ചയും അവർ ഭയങ്കര ശത്രുക്കളാണ്. എന്നാലും നമ്മൾ എന്താ പറയാ, എലിയും പൂച്ചയും. പിന്നെയോ അതുപോലെ കാറ്റും മഴയും പറയും. കീരിയും പാമ്പും, മോരും മുതിരയും. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ജെവിൻ എന്തോ പറയാനുണ്ട്? പട്ടിയും പൂച്ചയും. പട്ടിയും പൂച്ചയും അത്രയും ഒതുക്കില്ല. എന്താ അജിസലിന്? അതായത് നമ്മ ഇങ്ങനെ പറയാറില്ലേ ഒന്നിച്ചു വരുന്ന രീതിയിൽ. അജിസലിന് എന്താ പറയാനല്ലേ? കീരിയും പാമ്പും. കീരിയും പാമ്പും. ഓക്കെ, അത് ഇതിലുണ്ട് മോനെ. അത് ഓക്കെയാണ്, അത് പറയാറുണ്ട്. കീരിയും പാമ്പും, കാറ്റും മഴയും, മോരും മുദ്രയും. നെക്സ്റ്റ് ചട്ടിയും കലവും കേട്ടിട്ടുണ്ടോ? ഇവിടെ ആദ്യത്തിന് എന്തോ പറയാനുണ്ട്. ആനയും പുലിയും. ആനയും പുലിയും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നെക്സ്റ്റ് ഇവിടെ ആരാ? അലൻ മാത്യുവിന് എന്തോ ഉണ്ട്. അമ്മയും അച്ഛനും. ഇത് ആ ഒരു രീതിയിലല്ല മക്കളെ ഉദ്ദേശിക്കുന്നത്. മിസ് ഒരു 2-3 ഉദാഹരണം പറഞ്ഞുതരാ. ഒന്ന് പറയാ, ഒന്ന് ചട്ടിയും കലവും എന്ന് പറയാറുണ്ട് നമ്മള്. പിന്നെന്താ ഈച്ചയും ചക്കരയും. പഴയവരെല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈച്ചയും ചക്കരയും പോലെ എന്ന് പറയാറുണ്ട്. ചങ്ങലാട്ടവും തൊടവും എന്നെല്ലാം പറയില്ലേ, അതേപോലെ. എന്താണ്? ഇടിയും മിന്നും. കാറ്റും മഴയും ഇടിയും മിന്നലും. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ഉപ്പും മുളകും കേട്ടിട്ടുണ്ടോ? ഉപ്പും മുളകും പറയാറുണ്ട്. ഉപ്പും മുളകും ഒരു ഇതുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഉപ്പും മുളകും. നെക്സ്റ്റ് അമ്പും വില്ലും, പിന്നെ മുത്തും പവിഴവും. അങ്ങനെ ഒരുപാടുണ്ട്. ചട്ടിയും കലവും, ഉപ്പും മുളകും, അമ്പും വില്ലും, ഈച്ചയും ചക്കരയും. ഈച്ചയും ചക്കരയും എങ്ങനെയാ? ചക്കരക്ക് എപ്പം പറ്റി ഈച്ച അല്ലേ? ചക്കര അറിയില്ലേ? മധുരമുള്ള എന്തെങ്കിലും വെള്ളത്തിന് പോലത്തെ സാധനം, അപ്പൊ അതിനുണ്ടാവും ഈച്ച. മുത്തും പവിഴവും. അപ്പൊ അതാണ് എഴുതേണ്ടത്. ഇത്തരത്തിലുള്ള വേറെ പദജോഡികൾ കണ്ടെത്തുക. എഴുതുന്നില്ലേ? എവിടെ എഴുതുക? നോട്ടിൽ എഴുതാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, എന്തേറിയൂ? എലിയും പൂച്ചയും. എലിയും പൂച്ചയും ഇവിടെയുണ്ട് നമ്മുടെ കഥയിൽ.
അപ്പൊ ഇന്ന് നമുക്ക് ഒറ്റൊരു പാഠാണ് ഉള്ളത്. പാഠം 16 ത്യാഗത്തിന്റെ മഹത്വം അല്ലെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ത്യാഗത്തിന്റെ മഹത്വം. കാലും കയ്യും. ഓക്കെ. അപ്പൊ ഈ നോട്ടിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയോ നിങ്ങള്? നമ്മുടെ ഇപ്പോഴത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, എഴുതിയിട്ടുണ്ട് എല്ലാവരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറെ കാലം എക്സാം ഇടാത്തെന്ന് തോന്നുന്നു അല്ലെ. ഒരു പാഠം ഏതുവരെയാ നമ്മൾ എക്സാം ഇട്ടത് മക്കളെ? ക്ലാസ് ടെസ്റ്റ് ചോദ്യം ചോദിച്ചത് ഏതുവരെയാ? അപ്പൊ അവിടുന്ന് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പാഠം നമുക്ക് പഠിക്കണം. ഏതായിരുന്നു ലാസ്റ്റ് നമ്മള് ക്വസ്റ്റ്യൻസ് പാഠം ചോദിച്ചില്ലേ? പരുന്തിന്റെ ചോദിച്ചില്ല അല്ലെ. കുരങ്ങനും മുതലേന്നില്ല പാഠം ചോദിച്ചോ നമ്മള്? മുമ്പോട്ട് ഏതാ ചോദിച്ചേ മക്കളെ? മുമ്പോട്ട്. എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോ. മുമ്പോട്ട് എന്ന പാഠത്തിന്റെ ക്ലാസ് ടെസ്റ്റ് അടുത്ത ക്ലാസ്സിലേക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരും പഠിച്ചിട്ട് വരും. ഓക്കെ. ഇനി ഞാൻ കേട്ടില്ല എന്ന് പറയരുത് ആരും. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ പാഠമായിട്ട് റിവിഷൻ ചെയ്യാം കേട്ടോ. ഈ ഒരു പാഠം കൂടെ കഴിഞ്ഞ് നമുക്ക് റിവിഷൻ ആക്കാം. റിലുനെ ത്യാഗം എന്ന് പറഞ്ഞാൽ ത്യജിക്കൽ. ത്യജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കൽ അല്ലെ. ഉപേക്ഷിക്കുന്നതിന്റെ മഹത്വം, അതായത് എന്തെങ്കിലും വിട്ടുകൊടുക്കുന്നതിന്റെ മഹത്വം. ആർക്കെങ്കിലും നമ്മള് എന്തെങ്കിലും കൊടുക്കുന്നതിന്റെ ത്യാഗം ചെയ്യുക എന്നതാണ്. നമ്മളൊന്ന് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക അല്ലെ. എല്ലാവർക്കും അതിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് വായിക്കാം. മിസ് പാഠം ഒന്ന് വായിക്കാം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ജുനൈദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അന്ന് പെരുന്നാൾ ദിനമാണ്. തിരിച്ചു വരുമ്പോൾ കുടുംബ വീടുകളിൽ കയറണമെന്ന് ഉമ്മ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. വഴിയിൽ വെച്ച് കൂട്ടുകാരെ കണ്ടപ്പോൾ അവൻ ഈദ് മുബാറക്ക് പറഞ്ഞു. അവർ സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു. എല്ലാവരും തന്നെ പോലെ കുളിച്ച് പുതവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. സുഗന്ധം പൂശിയിട്ടുണ്ട്. ചിലർ തൊപ്പി വെച്ചിട്ടുണ്ട്. സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ. ഉച്ചയോടെ ജുനൈദ് വീട്ടിൽ തിരിച്ചെത്തി. അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉമ്മ വിളമ്പി വെച്ചിരുന്നു. ഭക്ഷണത്തിന് മുന്നിലെത്തിയപ്പോൾ അവന്റെ വിശപ്പ് ഇരട്ടിയായി. ആർത്തിയോടെ അവൻ ഭക്ഷണം കഴിച്ചു. എത്ര രുചികരമായ ഭക്ഷണം! എന്നും പെരുന്നാൾ ആയിരുന്നെങ്കിൽ. അവൻ ഭക്ഷണം കഴിക്കുന്നത് ഉമ്മ നോക്കിയിരുന്നു. പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും സന്തോഷിക്കും അല്ലേ ഉമ്മ? അതെ, അങ്ങനെയാണ് നബി തിരുമേനി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അവന്റെ പാത്രത്തിൽ കുറച്ചുകൂടി കറി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഉമ്മ പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം പകൽ സമയത്ത് ആഹാരം കഴിക്കാതെ നാം നോമ്പ് അനുഷ്ഠിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാണോ ഇന്ന് നമ്മളോട് നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാൻ പറഞ്ഞത്? അതേ മോനെ. എന്തിനാണ് ഉമ്മ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്? നോമ്പിന് കുറെ ഗുണങ്ങളുണ്ട്. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. വിശപ്പ് ശരിക്കും അറിഞ്ഞാലേ നമുക്ക് വിശക്കുന്നവരെ സഹായിക്കാൻ തോന്നൂ. വിശക്കുന്നവരെ സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? മോനെ, വിശക്കുന്നവരെ സഹായിക്കുമ്പോഴാണ് നാം നല്ല മനുഷ്യരായി തീരുന്നത്. അന്നദാനം മഹാദാനം എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ കയ്യിൽ ആഹാരം ഉണ്ടെങ്കിൽ നാം വിശക്കുന്നവരെ സഹായിക്കണം. നമ്മളെക്കാൾ കൂടുതൽ വിശപ്പ് അനുഭവിക്കുന്നവരുണ്ടാകും. നാം അവരെയാണ് സഹായിക്കേണ്ടത്. എന്ത് കാര്യവും നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ അത് മറ്റുള്ളവർക്ക് നൽകി സഹായിക്കുന്നതാണ് ത്യാഗം. ഉണ്ടോ? മറ്റുള്ളവർക്ക് നൽകി ഉപേക്ഷിച്ച്, അതായത് വിട്ടുകൊടുത്ത് സഹായിക്കുന്നതാണ് ത്യാഗം. ഓക്കെ. നെക്സ്റ്റ് എന്താ? ത്യാഗമോ? അതെന്താണുമ്മ? പറയാം. ഒരു കഥ കേട്ടോളൂ. പണ്ട് അറേബ്യയിൽ വലിയ പട്ടിണിയുള്ള ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ആഹാരം കഴിക്കാനില്ലാതെ ആളുകൾ പൊറുതിമുട്ടി. ഒരു ദിവസം ഒരു കൊച്ചു വീട്ടിൽ കുട്ടികൾ വിശന്ന് കരയുകയായിരുന്നു. അവിടെ അല്പം പോലും ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അവരുടെ മാതാപിതാക്കൾ ദുഃഖത്തോടെ മുഖം കുനിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു അതിഥി വന്നു. കുറച്ച് ആഹാരം ആ കുടുംബത്തിന് നൽകി. അത് കഴിഞ്ഞ് അതിഥി പുറത്തേക്ക് പോയി. അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനിരുന്നു. കുട്ടികളുടെ മുഖം പ്രസന്നമായി. പെട്ടെന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. ഗൃഹനാഥൻ എഴുന്നേറ്റു. അതെന്താണെന്ന് അന്വേഷിച്ചു വരാം അയാൾ പുറത്തിറങ്ങി. കുറച്ചു കഴിഞ്ഞ് അയാൾ തിടുക്കത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വിശന്നു പറഞ്ഞിട്ടും കുടുംബം ഭക്ഷണം കഴിക്കാതെ അയാളെ കാത്തിരിക്കുകയായിരുന്നു. വന്ന ഉടനെ അയാൾ പറഞ്ഞു, ഈ ഭക്ഷണത്തിന് നമ്മളെക്കാൾ ആവശ്യക്കാർ അടുത്ത വീട്ടുകാരാണ്.
അവിടുത്തെ കാഴ്ച ദയനീയമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ മരിച്ചു പോകും. നമുക്ക് ഈ ഭക്ഷണം അവർക്ക് കൊടുക്കാം. പ്രയാസത്തോടെയാണെങ്കിലും വീട്ടുകാർ അതിന് സമ്മതിച്ചു. അവർ ഭക്ഷണം അടുത്ത വീട്ടുകാർക്ക് കൈമാറി. അടുത്ത വീട്ടുകാർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അതിനടുത്ത വീട്ടിൽ നിന്നും ഒരു ദീനരോധനം ഉയർന്നു. അവർ ഭക്ഷണം അയൽവക്കക്കാർക്ക് കൊടുത്തു. ഇങ്ങനെ അത് 7 വീട്ടുകാർക്ക് കൈമാറി. ഒടുവിൽ ആ ഭക്ഷണം ഒന്നാമത്തെ വീട്ടിൽ തിരിച്ചെത്തി. അവർ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റി. ജുനൈദ് അത് കഥ കേട്ട് തരിച്ചിരുന്നു. മോനെ, ഇതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഉമ്മ, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് അയൽപക്കത്തെ പാവപ്പെട്ട വീട്ടിൽ കൊടുക്കാമല്ലേ? അതേ മോനെ. ഉമ്മയോട് ഭക്ഷണപ്പൊതി വാങ്ങി ജുനൈദ് അടുത്ത വീട്ടിലേക്ക് നടന്നു. മനസ്സിലായോ നമുക്ക്? ത്യാഗം എന്താണെന്ന് മനസ്സിലായോ? ത്യാഗത്തിന് മഹത്വം ഉണ്ടെന്ന് മനസ്സിലായോ? ത്യാഗത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മള് ത്യാഗം എന്താ പറഞ്ഞത്? ത്യാഗം എന്താന്ന് പറഞ്ഞാൽ അവരെയാണ് എന്ത് കാര്യവും നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ, നമുക്ക് വിശപ്പുണ്ട്, എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വിശക്കുന്നവരെ ഭക്ഷണം കൊടുക്കണം, അല്ലെ? അപ്പോ അതാണ് ത്യാഗം. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടായിരിക്കത് മറ്റുള്ളവർക്ക് നൽകി സഹായിക്കുന്നതാണ് ത്യാഗം, അല്ലെ? നമുക്ക് വേണ്ടാത്ത സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് നമ്മൾ ഉപേക്ഷിച്ചിട്ട് അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് മഹത്വമുണ്ട്, തീർച്ചയായും മഹത്വമുണ്ട്. ത്യാഗത്തിന്റെ മഹത്വം എന്നാണ് നമ്മുടെ കഥയുടെ പേര്, അല്ലെ? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ആ കഥ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ച് പറയാം, അല്ലെ? ഇപ്പൊ നമുക്ക് സമയമുണ്ടോ? അപ്പോ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ജുനൈദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അന്ന് പെരുന്നാൾ ദിനമാണ്. തിരിച്ചു വരുമ്പോൾ കുടുംബ വീടുകളിൽ കയറണമെന്ന് ഉമ്മ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ നല്ലൊരു ദിവസമായാലും എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് സമയം ഉണ്ടാവില്ല, അല്ലെ? എല്ലാ ദിവസവും നമുക്ക് തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് ബന്ധുക്കളെയോ അയൽവക്കക്കാരെയോ ഒന്നും പോകാൻ സമയം, കാണാനോ പോകാനോ ഒന്നും സമയമില്ല, അല്ലെ? ഇന്നത്തെ കാലത്ത് ആർക്കും. അപ്പോ പെരുന്നാൾ ദിനം അല്ലെങ്കിൽ ഓണദിനം അങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങൾ നമുക്ക് ലീവായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബന്ധുക്കളെല്ലാം ഒന്ന് സന്ദർശിക്കും, അല്ലെ? നല്ല ദിവസമായിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ജുനൈദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അന്ന് പെരുന്നാൾ ദിനമാണ്. തിരിച്ചു വരുമ്പോൾ കുടുംബ വീടുകളിൽ കയറണമെന്ന് ഉമ്മ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബ വീടുകളിലെല്ലാം ഒന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഴിയിൽ വെച്ച് കൂട്ടുകാരെ കണ്ടപ്പോൾ അവൻ ഈദ് മുബാറക്ക് പറഞ്ഞു, അല്ലെ? വഴിയിൽ വെച്ച് നമ്മളൊരാൾ കാണുമ്പോൾ നിങ്ങൾ എന്തോ മുസ്ലിംസ് എന്ത് പറയും? ഈദ് മുബാറക്ക് ഒക്കെ പറയും, അല്ലെ? അങ്ങനെ ഈദ് മുബാറക്ക് പറഞ്ഞു. അവർ സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്യുക എന്താ? ആലിംഗനം ചെയ്യുക നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ആലിംഗനം ചെയ്യുക എന്ന വീടിന്റെ അർത്ഥം. പറഞ്ഞോറില്ലു? കെട്ടിപ്പിടിക്കുക. ഓക്കെ. ആലിംഗനം ചെയ്യുക പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, അല്ലെ? എല്ലാവരും തന്നെ പോലെ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും? പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അത് കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവരും അണിഞ്ഞിട്ടുണ്ട്. അണിയുക, ധരിക്കുക. അണിയുക, ധരിക്കുക. സുഗന്ധം പൂശിയിട്ടുണ്ട്, അല്ലെ? നമ്മൾ സെന്റ് അത്തറൊക്കെ പൂശും, അല്ലെ? പൂശിയിട്ടുണ്ട്. ചിലർ തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലവരെന്ത് ചെയ്യും? പള്ളി പോകും തൊപ്പിയൊക്കെ വെച്ചിട്ട് കാണാം, അല്ലെ? സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ, അല്ലെ? സന്തോഷത്തിന്റെ സുദിനം. സുദിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ദിനം, സുദിനം. അപ്പൊ സന്തോഷത്തിന്റെ നല്ല ദിനമാണ് ഇത് പെരുന്നാൾ, അല്ലെ? പെരുന്നാള് സന്തോഷത്തിന്റെ സുദിനമാണ്. സുദിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ദിനം എന്നാണ് അർത്ഥം കേട്ടോ. സുദിനം, സുദിനം, നല്ല ദിനം. അപ്പൊ സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ. അതാണ് ആ വരി 2 പാരഗ്രാഫ് പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞേ? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ജുനൈദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അന്ന് പെരുന്നാൾ ദിനമാണ്. അപ്പൊ പെരുന്നാൾ ദിനം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ദിവസമാണ്, അല്ലെ? നല്ല ദിവസമാണ് പെരുന്നാൾ. തിരിച്ചു വരുമ്പോൾ കുടുംബ വീടുകളിൽ കയറണമെന്ന് ഉമ്മ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. വഴിയിൽ വെച്ച് കൂട്ടുകാരെ കണ്ടപ്പോൾ അവൻ ഈദ് മുബാറക്ക് പറഞ്ഞു. അവർ സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു. എല്ലാവരും തന്നെ പോലെ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. സുഗന്ധം പൂശിയിട്ടുണ്ട്. ചിലർ തൊപ്പി വെച്ചിട്ടുണ്ട്. സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ, അല്ലെ? അത്ര വരെ നമ്മൾ പഠിച്ചു. ഉച്ചയോടെ ജുനൈദ് വീട്ടിൽ തിരിച്ചെത്തി. അവന് ഇഷ്ടപ്പെട്ട ആഹാരം ഉമ്മ വിളമ്പി വെച്ചിരുന്നു.
അല്ലെ? നമ്മൾ പെരുന്നാളായ എന്ത് ചെയ്യും? നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനെയല്ലേ? എല്ലാവരും നല്ല ഭക്ഷണം ആക്കിയിട്ടുണ്ടാവും, നല്ല വസ്ത്രങ്ങൾ അണിയും അല്ലെ? മൊത്തം നമുക്ക് സന്തോഷത്തിന്റെ ഒരു ദിനമായിരിക്കും അല്ലെ? കുട്ടികളെ സംബന്ധിച്ച് പിന്നെ പറയണ്ട അല്ലെ? നല്ല ഡ്രസ്സെല്ലാം ഇട്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഈ വലിയവർക്ക് കുറച്ച് ഭക്ഷണം ആക്കേണ്ട തിരക്കുകളും ഉണ്ടാവും അല്ലെ? അപ്പോ ഭക്ഷണാട അമ്മ അവന് ഇഷ്ടപ്പെട്ട ആഹാരം ഉമ്മ വിളമ്പി വെച്ചിരുന്നു. ഭക്ഷണത്തിന്റെ മുന്നിലെത്തിയപ്പോൾ അവന്റെ വിശപ്പ് ഇരട്ടിയായി അല്ലെ? ഇരട്ടിയാവുക പറഞ്ഞാൽ വർദ്ധിച്ചു, ഡബിളായി നേരെ. കൊതിയോടെ അവൻ ഭക്ഷണം കഴിച്ചു. എത്ര രുചികരമായ ഭക്ഷണം! എന്നും പെരുന്നാളായിരുന്നെങ്കിൽ അല്ലെ അവൻ എന്താ ചിന്തിച്ചത് ജുനൈദ്? എത്ര രുചികരമായ ഭക്ഷണമാണ് ഇന്ന് അല്ലെ? അതുകൊണ്ട് എന്നും പെരുന്നാളായിരുന്നെങ്കിൽ ഇന്ന് നല്ല ഭക്ഷണം കിട്ടിയേനെ. അവൻ ഭക്ഷണം കഴിക്കുന്നത് ഉമ്മ നോക്കി നിന്നു അല്ലെ? അവൻ ഭക്ഷണം കഴിക്കുന്ന ചിത്രം കണ്ട ഇവിടെ ഉമ്മ നോക്കി നിന്നു. പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും സന്തോഷിക്കും അല്ലേ ഉമ്മ? പെരുന്നാൾ ദിനത്തില് എല്ലാവരും സന്തോഷിക്കും അല്ലേ ഉമ്മ? അതെ, അങ്ങനെയാണ് നബി തിരുമേനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും സന്തോഷിക്കും അല്ലേ ഉമ്മ? ഉമ്മയോട് മകൻ ചോദിച്ചു അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? അതെ, അങ്ങനെയാണ് നബി തിരുമേനി നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സന്തോഷിക്കുന്നു അല്ലെ? അവന്റെ പാത്രത്തിൽ കുറച്ചുകൂടി കറി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഉമ്മ പറഞ്ഞു അല്ലെ? ഉമ്മ അത് പറഞ്ഞത് ശരിയാണ്, നമ്മളോട് നബി തിരുമേനി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുവരെ ഒന്നുകൂടി ഇപ്പം വായിക്കാം. നമ്മ ഇപ്പോഴത്തെ ഉച്ചയോടെ വഴിയിൽ വെച്ച് കൂട്ടുകാരെ അല്ലെ? അവിടെ നിന്ന് പോലെ വായിക്കാം. വഴിയിൽ വെച്ച് കൂട്ടുകാരെ കണ്ടപ്പോൾ അവൻ ഈദ് മുബാറക്ക് പറഞ്ഞു. അവർ സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു. എല്ലാവരും തന്നെ പോലെ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. പുതുവസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രങ്ങൾ കേട്ടോ. അണിയുക, ധരിക്കുക, സുഗന്ധം പൂശിക്കുക, ചിലർ തൊപ്പി വെച്ചു. സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ, സുദിനം നല്ലത്. ഉച്ചയോടെ ജുനൈദ് വീട്ടിൽ തിരിച്ചെത്തി. അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉമ്മ വിളമ്പി വെച്ചിരുന്നു. ഭക്ഷണത്തിന്റെ മുന്നിലെത്തിയപ്പോൾ അവന്റെ വിശപ്പ് ഇരട്ടിയായി. കൊതിയോടെ അവൻ ഭക്ഷണം കഴിച്ചു. എത്ര രുചികരമായ ഭക്ഷണം! എന്നും പെരുന്നാളായിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുന്നത് ഉമ്മ നോക്കി നിന്ന്. പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും സന്തോഷിക്കും അല്ലേ ഉമ്മ? അതെ, അങ്ങനെയാണ് നബി തിരുമേനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവന്റെ പാത്രത്തിൽ കുറച്ചുകൂടി കറി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഉമ്മ പറഞ്ഞു. ഓക്കെ, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. മാർക്ക് ചെയ്ത് വെച്ചോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? അതുവരെ വൃത്തി വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മിസ് വായിപ്പിക്കും. അപ്പൊ എല്ലാവരും വായിക്കാൻ പഠിക്കണം. ഓക്കെ അല്ലേ? അല്ലേ ആരോടെ കഴിഞ്ഞ ക്ലാസ് കണ്ടില്ല തോന്നുന്നു. അപ്പൊ എല്ലാവരും നല്ലതുപോലെ വായിക്കുക. നിതേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്. ആരാധ്യക്ക് കിട്ടാറില്ല അല്ലെ മോളെ? ക്ലാസ് കുറവാണ് അല്ലെ? നെറ്റ് പ്രോബ്ലം ആണ്. പിന്നെ ഷഹുമേനെ കണ്ടില്ല കഴിഞ്ഞ ക്ലാസ്സില്. നിദ ഫാത്തിമേനെ ഇപ്പം കാണുന്നില്ല കേട്ടോ, ആളവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ലതുപോലെ വായിക്കുക. അതുപോലെ നമ്മുടെ മുമ്പോട്ട് എന്ന പാഠം പഠിക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരും. ഓക്കെ, നമുക്ക് എക്സാം ഇനി ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും ഈ വർഷത്തെ അല്ലെ? ലാസ്റ്റ് സെമസ്റ്റർ 2 എക്സാം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുക. ഓക്കെ, ബൈ. See you. Bye. Bye. Okay.